ഭാരതീയ ജനതാ പാർട്ടിക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണ് വീണ്ടും ബാലികേറാമല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തിയ തമിഴ്നാട്ടിൽ നിന്നും ഇക്കുറിയും സീറ്റുകൾ നേടാനായില്ല. 39 ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ നിന്നും 6 സീറ്റ് വരെ നേടാനാകുമെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രതീക്ഷ. ഫലം എണ്ണിത്തുടങ്ങിയപ്പോൾ ആദ്യം മുതൽ തന്നെ DMK അടങ്ങുന്ന ഇന്ത്യ സഖ്യം കൃത്യമായ മുന്നേറ്റം നടത്തിയതോടെ ബി.ജെ.പിയുടെ നില പരുങ്ങലിലായി. അവസാനഘട്ട കണക്കുകൾ പ്രകാരം NDAക്ക് തമിഴകത്ത് ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ല. பக்தர்களுக்கான பழனியும் அடங்கிய திண்டுக்கல் தொகுதி பரப்புரைக்கும் சேர்த்தே வந்திருக்கிறேன். ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലായിരിക്കും ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാനാവുക എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു NDA നേതൃത്വം. NDAയിൽ 19 സീറ്റുകളിൽ ബി.ജെ.പിയും 10 സീറ്റുകളിൽ PMKയും KJK, IMA, അമ്മ മക്കൾ മുന്നേറ്റ കഴകം, തമിഴ് മാനില കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളാണ് മത്സരിച്ചത്. ബി.ജെ.പിയും AIADMKയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ത്രികോണ മത്സരമായിരുന്നു ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നടന്നത്. ഇന്ത്യ സഖ്യം കൃത്യമായ വോട്ട് നേടിയതോടെ AIADMKയ്ക്കും ബി.ജെ.പിക്കും ഒരു ഘട്ടത്തിൽ പോലും വെല്ലുവിളി സൃഷ്ടിക്കാനായില്ല. അവസാന ഘട്ടം വരെ NDA സഖ്യത്തിലെ PMKയ്ക്കാണ് ഒരു സീറ്റിലെങ്കിലും ലീഡ് നിലനിർത്താനായത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംസ്ഥാനത്ത് നേതൃത്വം നൽകിയ ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും പിടിച്ചെടുത്തു. കോയമ്പത്തൂരിൽ മത്സരിച്ച ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ, ചെന്നൈ സൗത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥി ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രിയുമായ O. പനീർശെൽവം അടക്കം പ്രമുഖരാണ് ബി.ജെ.പി ഭാഗത്ത് പരാജയപ്പെട്ടത്. ബി.ജെ.പിയുടെ സിംഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട K. അണ്ണാമലൈ അവസാനം ലഭ്യമായ കണക്കുകൾ പ്രകാരം 40,000-ലധികം വോട്ടുകൾക്കാണ് DMK സ്ഥാനാർത്ഥി ഗണപതി രാജ്കുമാർ പിയോട് പിന്നിലായത്. എക്സിറ്റ് പോളുകൾ പ്രകാരം സംസ്ഥാനത്ത് 8 സീറ്റുകൾ വരെ NDA നേടുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. എന്നാൽ DMK 22, കോൺഗ്രസ് 9, VCK 2, CPI 2, CPIM 2, MDMK 1, മുസ്ലിം ലീഗ് 1 എന്നിങ്ങനെയാണ് ഫലം വന്നപ്പോൾ സീറ്റുകൾ നേടിയത്. ഇന്ത്യ സഖ്യം ആധിപത്യം സൃഷ്ടിച്ചതോടെ വോട്ട് ശതമാനത്തിൽ നേരിയ വളർച്ചയല്ലാതെ ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ മറ്റൊരു ചലനവും സൃഷ്ടിക്കാനായില്ല. വോട്ട് വിഹിതത്തിൽ 4ാം സ്ഥാനത്താണ് ബി.ജെ.പി. 1991 മുതൽ 2021 വരെയുള്ള കാലത്ത് തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ വോട്ട് നില 1.7% നിന്ന് 2.62% ഉയർത്താൻ മാത്രമാണ് കഴിഞ്ഞിരുന്നത്. ഇത്തവണ വോട്ട് ശതമാനത്തിൽ വലിയ വളർച്ചയും 10ഓളം സീറ്റുകളും ലക്ഷ്യമിട്ടെങ്കിലും ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 തവണ തമിഴ്നാട്ടിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെങ്കിലും അത് വോട്ടാക്കി മാറിയില്ലെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലടക്കം ദക്ഷിണേന്ത്യയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമ്പോഴാണ് ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ കനത്ത തിരിച്ചടി നേരിട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.